വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഓരോ ദിവസവും സന്തോഷം പകരുന്ന വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ട് ബിജുചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിരന്തരം നമുക്ക് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ വാർത്തയ്ക്ക് പിന്നീട് പ്രാധാന്യമില്ലാതായി പോകും. അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ 11 കൊല്ലമായി ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും BJP തന്നെയാണ് അധികാരത്തിലേറുന്നത്. ആദ്യമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുണ്ടൂരി തലയിൽ കെട്ടി ഇറങ്ങുമായിരുന്നു. ആര് ജയിക്കും എന്നുള്ളൊരു ആകാംക്ഷയിൽ നമ്മുടെ കേരളത്തിലുള്ള സകല ആൾക്കാരും ടിവിയുടെ മുമ്പിൽ തന്നെ ഇരിക്കുമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് അവലോകനവും ഫലങ്ങളും കാണാനായിട്ട്. എന്നാൽ ഇപ്പോ ബിജുചേട്ടൻ പറഞ്ഞ തന്നെ കറക്റ്റാണ്. കാരണം ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വന്നിട്ട് കേരളത്തിലൊരു ഓളമില്ല. കേരളത്തിലൊരു ഓളം ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ BJP തന്നെ ജയിക്കും എന്ന് കേരളത്തിലുള്ള ആൾക്കാരുടെ മൈൻഡിൽ പതിഞ്ഞുപോയി. ഇനിയിപ്പോ ഉത്തരേന്ത്യയിൽ എത്ര തെരഞ്ഞെടുപ്പ് വന്നാലും കഴിഞ്ഞ തവണ ഹരിയാന വരെ നമ്മൾ നോക്കി. കാരണം ഹരിയാന നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഹൈപ്പ് കൊടുത്ത് വച്ചിരുന്നതാണ്. കാരണം ഇന്ത്യയിലുണ്ടായ സകല പ്രതിഷേധങ്ങളുടെയും മൂലാധാരം ഹരിയാനയായിരുന്നു. ഗുസ്തിക്കാരുടെ പ്രതിഷേധം, അഗ്നിവീർ പ്രതിഷേധം, കർഷക പ്രതിഷേധം. അപ്പൊ ആ ഒരു സ്ഥലത്ത് BJPയെ പരാജയപ്പെടുത്താമെന്നുള്ള വലിയ ഒരു ആത്മവിശ്വാസം ഇവിടെയുള്ള മാപ്രകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇനി ബീഹാറിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഇനിയിപ്പോ അവിടെ എന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞാലും ഒരു വാല്യൂ ഇല്ല. ഒരു വാർത്തകൾ ബീഹാറിനെ കുറിച്ച് ഇട്ടാലും ആൾക്കാർ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അവിടെ BJP തന്നെ ജയിക്കും എന്നുള്ളതാണ്. ഇനി ഏത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വന്നാലും അത് തന്നെയാണ് ഗതി. പോരാത്തതിന് ഇനിയിപ്പോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരികയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ ഒരു ചർച്ച നമ്മൾ എടുത്തു. അതിൽ ബിജുചേട്ടൻ പറഞ്ഞു ഈ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വികറസായിട്ട് കൊടുത്തൊരു വാർത്തയുണ്ട്. BJPക്കുള്ളിൽ മറ്റേ ഭിന്നത വന്നു, നിതീഷ് കുമാറിനെ മാറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ബിജുചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വെയിറ്റ്, അതായത് നമ്മുടെ ഈ മഹാസഖ്യത്തിൽ സീറ്റ് വിഭജനം വരട്ടെ എന്ന്. എന്റെ പൊന്നെണ്ണ, സീറ്റ് വിഭജനം വന്ന് എല്ലാ എണ്ണം കൂടെ അടിച്ച് പിരിഞ്ഞിട്ട് ഇപ്പം വന്ന് നിൽക്കുന്ന സ്ഥിതി എന്താ അറിയോ? ഇപ്പൊ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത BJPക്ക് മേൽക്കൈ എന്നാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ എന്താ പറയാ, JMM എന്ന് പറയുന്ന പാർട്ടി വിട്ടു, സമ്പൂർണമായിട്ട് അവര് തകർന്നു തരിപ്പണമായി. അത് കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസിനെതിരെ പല സ്ഥലങ്ങളിലും CPM-ഉം ഈ RJDയും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പോ അവിടെ BJP ജയിക്കാൻ വലിയ ചാൻസ് ഉണ്ടെന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയുടെ പ്രഭവ കേന്ദ്രമാണ് കേട്ടോ ഈ ബീഹാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എടുത്തു പറയണം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ രാഹുൽ ഗാന്ധിയിലോട്ട് വരാം, സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മാരി മിൽബൻ ഗ്യാപ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഗായിക പറഞ്ഞത്, ഇയാൾക്ക് ഒരു വിവരമോ വിദ്യാഭ്യാസമോ കാര്യഗ്രഹണ ശേഷിയോ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും അത് വാർത്തയാക്കി എടുത്തിട്ടില്ല. അതിനിടയിൽ വേറൊരു റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയുടേതായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ ഉത്തർപ്രദേശില് ഒരു ദളിത് യുവാവിനെ കൊല ചെയ്യപ്പെട്ടു. ഒരു ദളിത് യുവാവ്. ഈ ദളിത് യുവാവിനെ കൊല ചെയ്യപ്പെട്ടപ്പോ ഈ ദളിത് യുവാവിനെ കാണാനായിട്ട് ഇയാളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു, എനിക്ക് വന്ന് കാണണമെന്ന്. അപ്പൊ ദളിത് യുവാവിന്റെ കുടുംബം ഇയാളോട് പറഞ്ഞത്, വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെയുള്ള സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ ചെയ്തു തരുന്നുണ്ട്. അതായത് കോൺഗ്രസോ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ എല്ലാം നമ്മളായിട്ട് അപ്രസക്തമാക്കുന്നതല്ല, ജനങ്ങൾ തന്നെ പിടിച്ച് അപ്രസക്തമാക്കുകയാണ്. വേണ്ട, എനിക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഭരണകൂടത്തിലുള്ള യോഗി ആദിത്യനാഥ് തന്നെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് വലിയ നാണക്കേടായിപ്പോയി. കേരളത്തിലെ മാധ്യമങ്ങൾക്കും അത് വലിയ ക്ഷീണമായിപ്പോയി കേട്ടോ. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പിന്നീട് രാഹുൽ ഗാന്ധി വളഞ്ഞ വഴിയിൽ ഈ കുടുംബത്തെ കണ്ടു. കുടുംബത്തെ കാണുക എന്നുള്ളതിന്റെ ഉദ്ദേശം ഒരു കുത്തിത്തിരിപ്പാണ്. അത് നടക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നു. കാരണം കുടുംബം തന്നെ പ്രതികരിച്ചു. പിന്നെ വളഞ്ഞ വഴിയിൽ പോയി കണ്ടു. ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമല്ലോ, പ്രതിപക്ഷ നേതാവല്ലേ, ഫോട്ടോ എങ്കിലും എടുക്കുന്നത് കണ്ട് കെട്ടിപ്പിടിച്ച് ഒരു ഫോട്ടോയും അവരുടെ കൂടെ നിന്ന് എടുത്തു. അപ്പൊ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഏത് സ്റ്റൈലിലാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് യോഗി സർക്കാർ കളിച്ച നാടകം പൊളിഞ്ഞു എന്നാണ് നമ്മുടെ ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, യോഗി സർക്കാരാണ് ഈ നാടകം കളിച്ചത്. പിന്നെ നമ്മുടെ സുഡാപ്പി ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത്, യോഗി ഭീഷണിപ്പെടുത്തി ദളിത് കുടുംബത്തിനെ. ഒന്ന് ആലോചിച്ച് നോക്കി, യോഗി ഭീഷണിപ്പെടുത്തി ദളിത് കുടുംബത്തിനെ, ഭീഷണിപ്പെടുത്തി ദളിത് കുടുംബത്തിനോട് പറഞ്ഞു അത്ര രാഹുൽ ഗാന്ധിയെ കാണരുത്. അപ്പൊ അങ്ങനെയൊക്കെ വാർത്തകൾ പോകുന്നുണ്ട്. അപ്പോ രാഹുൽ ഗാന്ധിയും സകലമാന രീതിയിൽ
പൊളിഞ്ഞടുക്കുന്ന ഒരു കാഴ്ച. ഇത് ആത്യന്തികമായിട്ട് നമ്മളെ ബാധിക്കും കേട്ടോ. നാളെ ഇനിയിപ്പം രാഹുൽ ഗാന്ധി പോലും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ടില്ലാത്തൊരു അവസ്ഥയാണ്. അതിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ദീപാവലിയാണല്ലോ. ദീപാവലിയായിട്ട് നമ്മുടെ അഖിലേഷ് യാദവിന്റെ ഒരു പ്രസ്താവന, ദീപാവലിക്ക് വിളക്ക് കത്തിക്കരുത്, പടക്കം പടക്കം കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ അഖിലേഷ് യാദവിന്റെ ഒരു പ്രസ്താവന. ഇതിനെതിരെ ജനങ്ങൾ അവിടെ അഖിലേഷ് യാദവിനെ ജനങ്ങൾ തന്നെ അവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മാധ്യമങ്ങൾ വാർത്ത അവർക്ക് മുമ്പിൽ എത്തിക്കേണ്ട, നമ്മൾ ഒന്നും ചെയ്യേണ്ട. ബീഹാറിലായാലും ശരി തന്നെ, ഇവിടെ രാഹുൽ ഗാന്ധിയും തറപറ്റി, ഇവിടെ അഖിലേഷ് യാദവും തറപറ്റി. ഒരു കാര്യങ്ങളും ഇപ്പോ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു ലീഗ് ഇല്ലാതാവുന്ന ഒരു കാഴ്ച, അത് തകർക്കുന്നത് BJP-യോ ഭരണകൂടമോ അല്ല, ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങി അവരെ തച്ച് തകർക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്നത്? ഇത് എനിക്ക് വട്ടായതാണോ അതേ നാട്ടുകാർക്ക് മൊത്തം വട്ടായി പോയതാണോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നൊന്നും ഇല്ലെന്ന് പറയരുത്. ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ, പഴയ മോഡൽ തന്നെ, വ്യത്യാസമൊന്നുമില്ല. മാർക്ക് സ്റ്റൈലെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചിട്ടു. മൈക്കും തൂക്കി ഒരു വീടിന്റെ വാതൊക്കെ ചെല്ലുന്നു, ഗ്യാസ് നിറയ്ക്കാൻ പൈസ ഇല്ല, അടുപ്പ് പുകയാൻ വകുപ്പില്ല. ഈ പഴയ നാടകം എടുത്തിട്ട് ഒരാളുടെ ബൈറ്റ് എടുക്കുന്നു. അവിടെ പോയി മൈക്കും തൂക്കി 2 ബൈറ്റും എടുത്ത് ഏതെങ്കിലും ഒരു വീടിന്റെ ഓട് പോയത് കാണിച്ചു കഴിഞ്ഞാൽ അത് വോട്ടാകില്ല. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു സ്ഥലത്തെ. പിന്നെ ഇവരൊക്കെ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ അവിടുത്തെ ചില പ്രധാനപ്പെട്ട പത്രങ്ങളുടെ തലക്കെട്ട് നോക്കിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കും. അത് ഇവിടുത്തെ മനോരമയും മാതൃഭൂമിയും മംഗളവും മാധ്യമവും പോലുള്ള പത്രങ്ങളാണത്. താഴെത്തട്ടിലുണ്ട് അടിത്തറ മനസ്സിലാകുന്ന ചില ലോക്കൽ മീഡിയാസ് ഉണ്ട്. അവരാണ് അവിടുത്തെ സ്ട്രെങ്ത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അവർക്ക് ചിലപ്പോൾ നമ്മളെ കണക്കുള്ള ഓൺലൈൻ ചാനൽസ് ആയിരിക്കും അവർക്കുള്ളത്. അതൊക്കെയാണ് അവിടുത്തെ കരുത്ത്. അവർക്ക് നമുക്കിപ്പോ പട്നയിലെ താഴെത്തട്ടിലുള്ള കഥ അറിയണമെങ്കിൽ അത് കാണണം, അല്ലാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല. അപ്പോ ഇനി ഈ രാഷ്ട്രീയ പാർട്ടികളെ അനാലിസിസ് ചെയ്യുന്നതിൽ ഇവർക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, ഇവരത് ശ്രദ്ധിക്കുന്നില്ല. BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇവര് കോൺഗ്രസുമായിട്ടാണ് താരതമ്യം ചെയ്തുകൊണ്ട് ഇവർ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, ആ വികാരം. ഇതിന് താഴെ RSS എന്ന് പറഞ്ഞ് ഈ BJPക്ക് ഒരു ഉഗ്രൻ സംഘടനാ ശേഷിയുണ്ട്. അടിത്തട്ടിൽ ആരും അറിയാതെ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 70,000-ഓളം മീറ്റിങ്ങുകളാണ് ഹരിയാന നടന്നത്. ആരും അറിഞ്ഞില്ലത്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് BJP കയറി കഴിഞ്ഞപ്പോൾ പതുക്കെ പറയാം, അവന്മാര് 70,000, 1,60,000 മീറ്റിംഗ് ആയിരുന്നു മഹാരാഷ്ട്ര നടന്നത്. അവർ പുട്ടുകണക്ക് ജയിച്ചു കയറി. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ള ഒരു പാർട്ടിയെ മുകൾത്തട്ട് കണ്ടിട്ട് അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? മുകൾത്തട്ട് നോക്കുമ്പോൾ അവർ കൊടിയും പിടിച്ചൊക്കെ കുറെ പേര് നടക്കുന്ന, ഇവന്മാർ ഇത്രേ ഉള്ളൂ, ആൾക്കാർ കുറവാണ് BJPയുടെ പരിപാടിക്ക് എന്നൊക്കെ നമ്മൾ പറയാം ഒരു ഓളത്തിന്. പക്ഷെ വോട്ട് ഇടുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് വോട്ട് കൊടുത്തു? ഇവരുടെ അടിയിൽ ഇതിന്റെ ഒരു 10 ഇരട്ടി ശക്തിയുള്ള ഒരു സംഘടനാ സംവിധാനം അവർക്കുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാലോ, ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഒരേ ത്രാസിൽ തൂക്കാൻ കഴിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മിഷണറി ഉണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. അവർ അടിത്തട്ട് വരെ വർക്ക് ചെയ്യുന്ന അവരുടെ ആക്റ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട് അവര്. അതും ഈ മറ്റു പാർട്ടികളുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും? അപ്പം ഇതാണ് ഞാൻ പറയുന്നത്. ഈ നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു അടിത്തട്ടോട് നോക്കണം. ഈ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടും കൂടി ഇരുന്നപ്പോൾ ഞാനെന്ന് പറഞ്ഞു, അവിടെ ഒന്നും പേടിക്കണ്ട, BJP അവിടെ ഒന്നാമത് എത്തുകയും മുഖ്യമന്ത്രി ചിലപ്പോൾ BJP ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവന്മാരെ കണ്ടം വഴി ഓടിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് അറിയുന്നത് 243 സീറ്റുകളിൽ 143 RJD മത്സരിക്കുകയാണ്. പിന്നുള്ളത് 100 സീറ്റാണ്. അതിലേതാണ്ട് 36 സീറ്റ് ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഏതാണ്ട് 60-ൽ താഴെ സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന്. അവര് ശക്തമായി 8 MLA-മാരുണ്ട്. 19 സീറ്റ് കൊടുത്തപ്പോ അവന്മാര് 15 സീറ്റ് ജയിച്ചു കയറി കേട്ടോ. അതുകൊണ്ടായിരിക്കും 36 സീറ്റ് കൊടുത്തേക്കുന്നത്. കൊടുത്തു. കാരണം അവിടെ CPIM-നും കൊടുത്തിട്ടുണ്ട്, CPI-ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ജാർഖണ്ഡ് മുക്തി മോർച്ച, അത് നമ്മൾ വിചാരിക്കും ജാർഖണ്ഡ് മുക്തി മോർച്ച അവിടെ ചേർന്നതാണ്. അല്ല, ഈ ബീഹാർ വെട്ടിമുറിച്ചിട്ടാണ് ഈ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് രൂപീകരിച്ചത്. അത് ബീഹാറിന്റെ ഭാഗമാണ്. അവിടെ ഉള്ളവർ ഇപ്പുറത്തുമുണ്ട്, ആ ബോർഡറിൽ കിടക്കുന്നവർ ഇപ്പുറത്തുമുണ്ട്. അവർക്ക് സീറ്റ് കൊടുത്തില്ല, അവർ റിബലായിട്ട് മത്സരിക്കുന്നുണ്ട്. അവരെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ ബീഹാർ പൊളിറ്റിക്സ് എങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ഒരു കുഞ്ഞൻ പാർട്ടിയെ പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. BIP എന്നൊക്കെ പറഞ്ഞുള്ള പാർട്ടികളുണ്ട്. ആ പാർട്ടികളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് BJP ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയെയും ഈ ചിരാഗ് പാസ്വാന്റെ, രാംവിലാസ് പാസ്വാന്റെ ഭിന്നിച്ചു പോയ കഷ്ണത്തെയൊക്കെ കൂടെ നിർത്തുന്നത് അതുകൊണ്ടാണ്. പല പല കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഇതിനെ നിർത്തുക വലിയ പ്രയാസകരമാണ്. ഇതൊരു മാജിക്കാണിത്. ഇവിടെ ഉള്ളത് ഇതാണ്. ഇനി കോൺഗ്രസിന് കൊടുത്ത അവർ ജയിക്കില്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഒരു നിരീക്ഷകൻ ഡൽഹിയിൽ നിന്ന് വന്നു. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ കൈവച്ചു. അദ്ദേഹം അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ചുപോയി. രാഹുൽ ഗാന്ധി ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അതായത് 143 സീറ്റിൽ RJD. കാരണം ജനങ്ങൾക്ക് അവരോടുള്ളൊരു വിശ്വാസ്യത പോയി എന്നുള്ളതാണ്. ഇനി
ദളിത് രാഷ്ട്രീയത്തിലേക്ക് വരാം. എല്ലാവരും ഇവിടെ കിടന്ന് ഈ മതം മാറ്റ മാഫിയാണ് ഇപ്പം ഈ BJP വർഗീയത, സംഘീയ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ വിട്ടു. കാരണം മനസ്സിലായി, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നോക്ക ദളിത് പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. അവരുടെ എത്ര MP മാരുണ്ട് ദളിത് MP മാര്? വേറെ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? CPM-നുണ്ടോ? അപ്പോ ഇത്രയേറെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ ഈ BJP എന്തുകൊണ്ടാണ് ഈ ദളിത് മേഖലയിൽ അല്ലെങ്കിൽ OBC മേഖലയിൽ ജയിക്കുന്നത്? കാരണം അവരുടെ ആവശ്യമാണ് മോദി ജയിക്കേണ്ടത്, അല്ലാതെ BJP-ക്കാരുടെ ആവശ്യമല്ല. കാരണം ആ മോദി ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരാൾ ജയിക്കുന്നു, അത് ഞങ്ങൾക്ക് ഗുണപ്പെടും എന്നുള്ളതാണ്. നാളിതുവരെ എങ്ങനെയാണ് BSP എന്ന് പറയുന്ന ഉത്തർപ്രദേശ് ഭരിച്ചൊരു പടുകൂറ്റ പാർട്ടി തകർന്ന് തരിപ്പണമായത്? എങ്ങനെയാണ്? ആ പാർട്ടിയിലുള്ള ബഹുഭൂരിപക്ഷം ദളിത് വിഭാഗങ്ങളും അവരുടെ നേതാക്കളും BJP-യിലേക്ക് പോയി. ആ പാർട്ടി ഇല്ലാതായി. അവിടെയാണ് ഈ കുത്തിത്തിരിപ്പോട്ട് രാഹുൽ ഗാന്ധി എന്ന് അവർ കേൾക്കൂ. ഈ ദളിത് എന്ന് പറയുന്നൊരു സാധനം എല്ലായിടത്തും BJP-യുടെ മുന്നിൽ അണിനിരക്കുകയാണ്. കാരണം ഇത് മനസ്സിലാകണമെങ്കിൽ അവർക്ക് താഴെ വനവാസി കല്യാൺ സംഘ് എന്ന് പറയുന്ന സംഘത്തിനൊരു വലിയ പ്രസ്ഥാനമുണ്ട്. അതുപോലെ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന അവർക്ക് അനവധി പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളെ കൂടെ കണക്കിലെടുക്കുമ്പോൾ മാത്രമേ ഇവരുടെ ഇത് അറിയാൻ പറ്റൂ. ഈ മതം മാറ്റ ലോബി സ്ഥിരം പറയുന്ന കാര്യമുണ്ട്, ഈ ഹിന്ദുക്കൾക്കിടയിലെ ജാതി പ്രശ്നമാണ് ഞങ്ങൾ മാറ്റിയെടുക്കുന്നത്. ഇപ്പോഴെന്താ മാറ്റാത്തത്? എന്താ കാര്യം എന്ന് അറിയാവോ? ഈ നക്സൽ ബാധിത മേഖലകളുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഏതാണ്ട് 177 ജില്ലകളിൽ നക്സൽ ബാധിത മേഖലകളായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു വന്നിരിക്കുന്നു, ഒട്ടുമില്ലാതായി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അതീവ നക്സലിസമുള്ള 3 ജില്ലകളായി അവശേഷിച്ചിരിക്കുന്നു. 18 നിന്നാണ് 3 ആയത്. അത് 2026 മാർച്ച് 31 കഴിയുമ്പം ഈ മതം മാറ്റത്തിനൊന്നും വലിയ സ്കോപ്പില്ല. കാരണം എന്താ അറിയാം, ഇവരെവിടെയാണ് മതം മാറ്റിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നക്സൽ ബാധിത മേഖലയിൽ കടന്നു ചെല്ലാൻ മറ്റാർക്കും കഴിയില്ല. പകരം ഇവരവിടെ കടന്നു ചെല്ലും, നക്സലുകൾക്ക് വേണ്ട സഹായം ഇവർ നൽകും. അവർക്ക് വേണ്ട, നമ്മൾ കണ്ടതാണ് സ്റ്റെയിൻ സ്വാമിയുടെ കഥയൊക്കെ. എന്തിനാണ് സ്റ്റെയിൻ സ്വാമിയെ പിടിച്ചപ്പോൾ അയാളുടെ റൂമിൽ നിന്ന് കിട്ടിയ ലഘുലേഖകളും ഡീറ്റെയിൽസും ഒക്കെ. പുരുലിയയിൽ കൊണ്ട് വിദേശ വിമാനം ആയുധം വർഷിച്ചു കൊടുത്തത് നക്സലുകൾക്കുള്ള ആയുധങ്ങളായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മാഫിയയുടെ ഇത്. അപ്പൊ ഇവർക്ക് കൊണ്ട് അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നു, മറ്റ് പണം എത്തിച്ചു കൊടുക്കുന്നു. അതിന് പകരം ഇവരെന്ത് ചെയ്യും? ഇവരുടെ അണ്ടറിലുള്ള ഈ നക്സൽ ബാധിത മേഖലയിൽ അണ്ടറിലുള്ള വേറെ ആർക്കും പുറത്തൊന്നും വരാൻ കഴിയില്ല, സർക്കാർ ജീവനക്കാർക്കോ മറ്റുള്ളവർക്കോ. അപ്പൊ ഇവരെ അവിടെ കയറ്റിയിട്ട് ഇവരെയാണ് ഈ പരിവർത്തനം ചെയ്തു എന്നിവര് പറയുന്നത്. ഇപ്പോഴെന്തേ പരിവർത്തനം വേണ്ടേ? കാരണം എന്ത് പറ്റി? നക്സൽ ബാധിത ജില്ലകളെല്ലാം തന്നെ തിരിച്ചു പിടിച്ച് അവിടെ വെള്ളമായി, റോഡായി, വൈദ്യുതിയായി. അവിടെ ഇപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി, പട്ടാളത്തിന്റെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങി കഴിയുമ്പം ഇപ്പം അവിടെ ജാതീയതയുമില്ല, മതവും മാറ്റണ്ട. ഇതാണ് ഇതിന്റെ ഇത്. അത് പൊളിഞ്ഞൊടുങ്ങി. അപ്പൊ ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് ഈ സവർണ ഗിവർണ എന്നൊക്കെ ഉള്ള ഒരു സാധനം മാറി. സത്യത്തിൽ ആ ഒരു സിസ്റ്റം മാറ്റിയെടുത്ത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ അവരവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഞാനും അത് കരുതി. കാരണം ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം നന്നായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് 2000-2001 അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഏത് പാർട്ടി ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ 1 വർഷം, അന്ന് ഞാൻ ഉള്ള സമയത്ത് അവിടെ രാജ്നാഥ് സിംഗ് ഇറങ്ങുന്ന സമയം 1 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 1 വർഷം, 6 മാസം, 5 മാസം ഇങ്ങനെയൊക്കെയാണ് അവിടെ എല്ലാ ഭരിക്കുന്നത്. കൂട്ടിക്കെട്ടി ഭരിക്കും. അതായത് അവിടെ ഒരു ബ്രാഹ്മണനാണ് മുഖ്യമന്ത്രി എങ്കിൽ OBC-ക്കാർ തിരിയും, ദളിതര് തിരിയും. ഇനി ഒരു ദളിതനോടെ വന്നിട്ടില്ല. ആദ്യമായിട്ട് അവിടെ ദളിതനെ മുഖ്യമന്ത്രിയാക്കിയത് BJP ആയിരുന്നു, കല്യാൺ സിംഗ്. അത് കഴിഞ്ഞിട്ട് യാദവരാണ് വരുന്നതെങ്കിൽ ബ്രാഹ്മണര് പ്രശ്നം ഉണ്ടാക്കും. ഇവന്മാരെല്ലാം കൂടെ തൃപ്തിയായി കൊണ്ടുപോയി ഉത്തർപ്രദേശ് വലിയ പാടായിരുന്നു. അവിടെയാണ് ജാതിയും മതവും ഇല്ലാത്ത യോഗി വരുമ്പോ എന്ത് ചോദിക്കും? ഏത് ജാതിയാണെന്ന് ചോദിക്കും. യോഗി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ്. നമ്മളാരും സന്യാസിയുടെ ജാതി തിരക്കാറില്ല. ഇപ്പൊ ഈ ഏത് സന്യാസി വന്നാലും നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടാണ് നമ്മൾ ചോദിക്കാറില്ലല്ലോ. സന്യാസി തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ സന്യാസി ശ്രേഷ്ഠൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സന്യാസിക്ക് അദ്ദേഹത്തിന്റെ അവര് പേര് തന്നെ അവരുടെ പൂർവാശ്രമം വിട്ടിട്ട് ഇപ്പോഴുള്ള പേരാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പം സന്യാസിക്ക് ജാതിയും മതമൊന്നുമില്ല. അവിടെ യോഗി വന്നതോടുകൂടി ആ ഒരു വിഷയം തീർന്നു. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് ഈ പിന്നോക്ക വിഭാഗങ്ങളായിരുന്നു. അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന മറ്റേ ഒരു വിദ്വാനുണ്ട്, നമ്മുടെ മനോരമയൊക്കെ പറയുന്നതൊക്കെ ആസാദ് തീയായി പറന്നു നടക്കുന്ന ആസാദ് എന്നൊക്കെ പറയും. ഇപ്പൊ MP ആണ് അദ്ദേഹം. ഈ ദളിത് നേതാവാണ്, ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നു, നേതാവാണ് അദ്ദേഹം. RSSകാരനായിരുന്നു. അതുകൊണ്ട് RSSന്റെ ചാരനെന്നും ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും മായാവതിയെ പൊളിച്ചതിന്റെ ബാക്കി ചില ഭാഗങ്ങൾ, ഈ വേസ്റ്റ് എന്ന് പറയുന്നില്ല, കുറച്ച് കാണുമല്ലോ നമ്മൾ ഈ വീടൊക്കെ പൊളിച്ചു, അതുകൊണ്ട് പോയത് ചന്ദ്രശേഖർ ആസാദായിരുന്നു. പിന്നുള്ളത് മായാവതി പഴയ കുടുംബത്തിൽ അസ്ഥിവാരം നോക്കി നെടുവേർപ്പിട്ട് നിൽക്കുന്നു, അവർ വീണ്ടും വരുമെന്നൊക്കെ പറയുന്നു. അവിടേക്കാണ് രാഹുൽ ഗാന്ധി വേല ഇറക്കുന്നത്. അപ്പൊ ആ ഒരു വിഭാഗത്തിന്റെ വോട്ടൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവരുടെ ആ പഴയ അവസ്ഥ എന്നൊക്കെ അവർ ബഹുദൂരം മുന്നേറി കഴിഞ്ഞു. 60 വർഷമായിട്ട് കോൺഗ്രസിന് നൽകാൻ കഴിയാത്തത് കേവലം ഈ 11 വർഷം കൊണ്ട് മോദിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാം ചെയ്തു എന്നല്ല, കുറഞ്ഞ പക്ഷം ഒരു ശൗചാലയം കൊടുക്കാനെങ്കിലും പറ്റി എന്നുള്ളിടത്താണ് അതിന്റെ ഒരു വലിയ വിജയം. നമുക്കിതൊക്കെ കളിയാക്കാൻ പറ്റും, അതൊരു വലിയ വിജയം നേടിയത്. ഇനി നമുക്ക് അഖിലേഷിന്റെ കാര്യത്തിലേക്ക് വരാം. അഖിലേഷ് ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപാവലിക്ക് വിളക്ക് വെക്കണ്ട, നിങ്ങൾ ക്രിസ്മസിന് കണ്ടില്ലേ
ലൈറ്റുകളാണ് ഇടുന്നത്. ലൈറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ലാഭിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അതിലെനിക്ക് അതിശയമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീ മുലായം സിംഗ് യാദവ് അദ്ദേഹമായിരുന്നു അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ വന്ന കർഷകരെ സരയൂ നദിയുടെ കുറുകെ കെട്ടിയ പാലത്തിലൂടെ തുരുതുരാ വെടിവെച്ച് താഴോട്ടിട്ടത്. ഇന്നും അതിന്റെ കൃത്യമായ എണ്ണമില്ല. 9 പേരെന്നാണ് അന്ന് ഔദ്യോഗികമായി വന്ന ഭാഷ്യം. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കർഷകരായിരുന്നത്. ആ ക്ഷേത്രം പണിയാതിരിക്കുവാനും ആ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി പ്രക്ഷോഭമായി വന്നവർക്ക് നേരെ വെടിവെച്ചതാണ് ഈ അഖിലേഷിന്റെ അച്ഛൻ. ആ അച്ഛന്റെ മകൻ തന്നെയല്ലേ ഇത്? അപ്പൊ സ്വാഭാവികമായി വിളക്ക് വേണ്ടെന്ന് അദ്ദേഹം പറയും. കാരണം ദീപാവലി എന്ന് പറഞ്ഞ ദീപങ്ങളുടെ ആഘോഷമാണ്. ദീപം തന്നെ കത്തിക്കണ്ടേ, പകരം വിളക്ക് കത്തിച്ചാൽ മതിയാകുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ ആ രീതിയിലേക്ക് പോയാൽ പോരെ അത്. അപ്പം എന്താണ് സ്റ്റാർ കത്തിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. അതായത് വീട്ടിൽ കത്തിച്ചോട്ടെ, നമുക്ക് വിരോധമില്ല. കാരണം ഈ ദീപാവലി സമയത്ത് വിളക്കുകൾ ഈ സീരിയൽ ബൾബുകൾ ഇവിടെ തൂക്കാറുണ്ട്. പക്ഷെ ചിരാതിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹിന്ദുവിന്റെ ആചാരമാണ്. അതിന് പകരം മെഴുകുതിരി കത്തിക്കുക ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് സീരിയൽ ബൾബ് വെക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പിന്നെ മിണ്ടുന്നില്ലല്ലോ. ഇന്നലെ എടുത്തിട്ട് ഉടുത്തു എന്ന് വെച്ചാൽ വഴിയിൽ കൂടെ പോകുന്നവൻ പറഞ്ഞ് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന അവസ്ഥയായിപ്പോയി. കാരണം പുള്ളി ഒരു സ്റ്റൈൽ ഇറക്കി നോക്കിയതാണ് ചെലവ് കുറയ്ക്കുന്നതിന്. ഇവനൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഈ അയോധ്യയിൽ ഭക്തി പിന്നെ ദീപാവലി സമയത്ത് ഭക്തർക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. പട്ടാളത്തെ മറ്റും കൊണ്ട് നിർത്തി സുരക്ഷാ സംവിധാനമാണ്, അതാണ് ഇതാണ്, പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഇത് ലൈറ്റ് കത്തിച്ചാൽ അയോധ്യ കണ്ടായിരുന്നു. 26 ലക്ഷം ചിരാഗുകളാണ് അവിടെ തെളിഞ്ഞത്. 26 ലക്ഷം. അത് കണ്ടപ്പോഴാണ് പുള്ളി പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടോ? ലൈറ്റ് ഇട്ടാ പോരെ, ചെലവ് കുറയ്ക്കാൻ പറ്റുമല്ലോ. സർക്കാർ എന്തിനാ ഈ പൈസ മുടക്കുന്നത്? സർക്കാരിന് പൈസ മുടക്കിയിട്ട് ഈദ്ഗാഹുകൾ നടത്താമല്ലോ, ഇല്ലേ? ഈ പെരുന്നാൾ എന്താണ് ഈ നോമ്പ് കാലത്ത് എന്താണ് നോമ്പുതുറ ഉത്സവങ്ങൾ നടത്താറില്ല സർക്കാർ. അതിന് പൈസ മുടക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഹജ്ജിന് സബ്സിഡികൾ മുടക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലയിൽ ക്രിസ്മസിന് നല്ല അത്യാവശ്യം ഫണ്ടുകൾ അവിടുത്തെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ പാവപ്പെട്ട ഹിന്ദുവിന് ഒരു വിളക്ക് കത്തിക്കാൻ അവൻ തെരഞ്ഞെടുത്ത് വിട്ടൊരു സർക്കാരിന് കൊണ്ട് ഇല്ലെങ്കിൽ അവരെ ചെയ്യിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ പഴയ കാലമല്ലെന്ന് ഇത്. അത് ഉണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്സ് അറിയാതെ പഴയ കാലത്തെ കഥകൾ എടുത്ത് വീശുന്നത് കൊണ്ടാണ് ഈ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നതിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ തന്നെ 5 സീറ്റിൽ BJP ജയിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ വലിയ എതിരാളികളില്ല എന്നുള്ളതാണ് വലിയ ഒരു കൗതുകം ഇതിനകത്ത്. ഏതായാലും 143 സീറ്റിൽ RJD മത്സരിക്കുന്നുണ്ട്. RJDക്ക് വലിയ സ്കോപ്പ് ഒന്നുമില്ല. അതിന് കഴിഞ്ഞ ദിവസം നമ്മുടെ മൗദൂദി ചാനലിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബീഹാറിൽ BJP ജയിക്കും. അതിന് കാരണം അവിടെ കുറെ പേരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി. ആരെയാണ് പുറത്താക്കിയത്? ഇല്ലീഗൽ വോട്ടേഴ്സിനെയാണ് പുറത്താക്കിയത്, അല്ലെ? മരിച്ചുപോയവരെ പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൂഫ് കൊടുക്കാൻ പറ്റാത്ത റോഹിംഗ്യകളും ബംഗ്ലാദേശിലും. അപ്പൊ ഇത്രയും നാൾ ഈ ബംഗ്ലാദേശിലും ബീഹാറിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങള് അങ്ങേയറ്റം സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഉദാഹരണത്തിന് ബീഹാറിൽ ഈ പർദ്ദയിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന എല്ലാ ആൾക്കാരെയും പരിശോധിക്കാനായിട്ട് അങ്കണവാടി സ്കൂൾ ടീച്ചർമാരെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് രണ്ടാഴ്ച മുമ്പ് പുറത്തു വന്നിരുന്നു. അത് വളരെ വലിയൊരു വാർത്തയായിരുന്നു. കാരണം ഈ പർദ്ദയിട്ട് വന്നിട്ട് വലിയ രീതിയിൽ ഈ കള്ളവോട്ട് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് ബീഹാറിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് 86 വോട്ടിന് തോറ്റല്ലോ. 86 വോട്ടിന് തോറ്റ സമയത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം പർദ്ദയിട്ട് വന്ന് കള്ളവോട്ട് നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ കോടതിയിൽ ഈ ആരോപണം അന്ന് സുരേന്ദ്രൻ പറഞ്ഞത് കൊണ്ട് വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടു. പക്ഷെ പുള്ളി കോടതിയിൽ പോയി 80 വോട്ട് കള്ളവോട്ടാണെന്ന് തെളിയിച്ചു. അത് കോടതിയിൽ പോയി പുള്ളി തെളിയിച്ച സാധനമാണ്. അപ്പൊ ഇത് കേരളത്തിൽ നടക്കുമെങ്കിൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ എത്രത്തോളം നടക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സാമ്പത്തിക ഇന്റലിജൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. അത് ഞാൻ ശക്തമാക്കി നിർത്തിയിരിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വോട്ടർമാരെ ആകർഷിക്കാൻ പണം, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്റലിജൻസ് സംബന്ധിച്ച മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റിയുടെ യോഗം നടന്നിട്ടുണ്ട്. വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ, കേന്ദ്ര പോലീസ് സേനകളെ എല്ലാം കൂടെ സംയുക്തമായിട്ട് ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ, അതായത് ഈ SIR ക്ലീൻ ആക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്തിഞ്ഞ് കള്ളവോട്ടിടാൻ സാധ്യതയുള്ളവന്മാരെ പോലും പിടിച്ച് കുന്തത്തി കുത്തി നിർത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് എല്ലാ ആൾക്കാരുടെയും ഈ കേന്ദ്ര സേന, പോലീസ് സേന, അവിടെയുള്ള പോലീസ് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള ഏകോപനം അവർ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ല, ഇനിയിപ്പോ 2029 ആകുമ്പോഴും കള്ളവോട്ട് ഏകദേശം പൂർണ്ണമായിട്ട് നിൽക്കും. അതിന് കാരണം നമ്മളിപ്പോ നമ്മുടെ ആധാർ പുതുക്കുകയാണ്, ഒറ്റ കാർഡ് ആക്കുകയാണ്. അതിനുശേഷം എല്ലാവരുടെയും തമ്പ് ഇംപ്രഷൻ ഇപ്പൊ തന്നെ ഏതാണ്ട് കോടിക്കണക്കിന് പേരുടെ ഈ തമ്പിന്റെയും കണ്ണിന്റെയും ഒക്കെ വീണ്ടും ഈ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇനി വരുന്നവർക്ക് ഈ കയ്യിൽ മഷി തേക്കുന്നതിന് പകരം തമ്പ് ഇംപ്രഷന് കഴിഞ്ഞിട്ടായിരിക്കും മഷി തേക്കുന്നത്. തമ്പ് എന്തായാലും വേറെ വ്യാജം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാളുടെ തമ്പ് ഇംപ്രഷൻ കണക്ക് അടുത്ത ആളുടെ വരില്ലല്ലോ. അപ്പം ഞാൻ വന്ന് വോട്ട് ചെയ്തതിന് എന്റതിന് പകരം വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ബീഹാറിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ തീരുമാനിച്ചാണല്ലോ ഇവരെ പുറത്താക്കിയത്, ഈ അനധികൃതമായിട്ടുള്ള വോട്ടർമാരെ പുറത്താക്കിയത്. 1.5 ലക്ഷത്തോളം RJDയുടെയും BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ, അത് ബൂത്ത് ലെവൽ പ്രവർത്തകരെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതാണ് കോടതി ചോദിച്ചത്, നിങ്ങൾ ഇതെല്ലാം കൂടെ പോയിട്ടല്ലേ ഇത് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഇവര് നടത്തുന്ന ഒരു നാടകമാണ്. കാരണം തോറ്റു കഴിയുമ്പോൾ പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. EVM പറഞ്ഞു പറഞ്ഞു മടുത്തു, അതിന്റെ ഇനിയിപ്പോ ആരും വിശ്വസിക്കത്തില്ല. ഇനി അടുത്ത വോട്ട് ചോരി എന്നാണ് പറയുന്നത്. ഈ വോട്ട് ചോരി പറയുന്നത് കർണാടകത്തിൽ പറഞ്ഞെടുത്ത് അവിടെ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു മുമ്പ്, അതാണ് ഏറ്റവും വലിയ രസം. അപ്പം ഈ ജയിക്കുന്ന നിയമസഭയെ ജയിച്ചത് അവര്, പാർലമെന്റ് വന്നപ്പോൾ BJP ജയിച്ചു. അത് ഓരോ സമയത്തും ജനം വോട്ട് ചെയ്യുന്ന ഓരോ പാറ്റേണിലാണെന്നുള്ളതാണ്. ഇപ്പൊ ഏതായാലും ഇതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ ആവേശമില്ല എന്നുള്ളതല്ല, പോയിട്ടുണ്ട് ഇവിടുന്ന് മാധ്യമപ്രവർത്തകരൊക്കെ. പഴയ പോലത്തെ എന്തെങ്കിലും ഒരു പാറ്റേൺ മാറ്റി പിടിക്കണം, ഇല്ലെങ്കിൽ ആളുകൾക്ക് മടുക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് ഗ്യാസ് ഇല്ല, ഓട് ചോരുന്നു, ഇതൊക്കെ പഴയത്. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ദൂരദർശന് വർക്ക് ചെയ്ത കാലത്ത് തൊട്ടേ ഇതേ കണക്കുള്ള, അന്ന് വിരലെണ്ണ മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, അന്നും ഇതൊക്കെ തന്നെയായിരുന്നു വാർത്ത, ഇന്നും ഇതൊക്കെ തന്നെയാണ്. ഒന്നെങ്കിൽ കാലത്തിനനുസരിച്ചെങ്കിലും മാറണ്ടേ. അവിടെ എത്രയോ മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആളുകൾ ഈ ബീഹാറിനെയും UP ഒക്കെ കാണുന്നത് എങ്ങനെയാണെന്നറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബ്ലോഗർമാർ പോകുന്നുണ്ട് ഒരുപാട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ബ്ലോഗർമാർ പോയിട്ട് അവർ ഈ ബീഹാറിന്റെ തെരുവോരങ്ങളിലോട്ടൊക്കെ സഞ്ചരിച്ച് അവർ തരുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോ അതിനകത്ത് ബീഹാറില് സ്കൂൾ നടത്തുന്ന മലയാളികളുണ്ട്, അവരെ കണ്ടിട്ട് ഏതോ ഒരു വ്ളോഗർ ചെയ്തിരിക്കുന്നു. വ്ളോഗർ പറയുന്നത് ബീഹാർ ആണോ എന്ന് തന്നെ അതിശയിക്കുന്നു, കാരണം പാറ്റ്ന നഗരമൊക്കെ അതേ രീതിയിൽ മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വർഗമായി എന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല. UP ആയാലും മധ്യപ്രദേശ് ആയാലും ഒക്കെ ഒരുപാട് പിന്നോക്ക സ്ഥലങ്ങൾ തന്നെയുണ്ട്, വികസനം എത്താത്ത ഒരുപാട് ഇടങ്ങളുണ്ട്, അവിടെയൊക്കെ മാറും. ഇതൊക്കെ പറയുന്നത് ആരാണ്? മലയാളിയാണ്. ഇവിടെ എല്ലായിടും വികസനം എത്തിയോ? നേരെ ചൊവ്വ റോഡില്ല, പിന്നെ കാറ്റടിച്ചാൽ കറണ്ട് പോകും, പിന്നെ സാധനങ്ങളൊക്കെ തൊട്ടാ പൊള്ളുന്ന വില, പെട്രോൾ അടിക്കണമെങ്കിൽ 106 വേണം, വേറെ ഒരു സംസ്ഥാനത്തിന് 100 രൂപ താഴെ മതി. ഇതൊക്കെ നടക്കുന്ന കേരളത്തിലെ ഇവന്മാരാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നമ്മുടെ എല്ലാ കഴിഞ്ഞു, അതായത് അതിദാരിദ്ര്യം വരെ നമ്മൾ തുടച്ചു നീക്കിയ ശേഷം ഇപ്പൊ നമ്മൾ ജനങ്ങളുടെ സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് പുള്ളി ഒന്നുകൂടെ സ്ട്രെസ്, കണ്ടോ എല്ലാം കഴിഞ്ഞു, ഇനി ജനങ്ങളുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്, അത്ര വരെ വികസനം എത്തി നിൽക്കുകയാണെന്നാണ് പുള്ളി പറയുന്നത്. അല്ല, ഞാൻ ഒറ്റ കാര്യമേ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഗണേഷ് കുമാറാണ് ഇപ്പോൾ താരം. അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് PR വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി ഇറക്കുന്നു, മറ്റേ ഇറക്കുന്നു, മറിച്ചത്. അദ്ദേഹത്തെ പോയിട്ടുന്നവരോട് പറയാനുള്ള കാര്യം, ജസ്റ്റ് ഒന്ന് ഗുജറാത്ത് വരെ പോവുക, അവിടുത്തെ ഒരു 10 മിനിമം ബസ് സ്റ്റാൻഡെങ്കിലും കാണുക. എയർപോർട്ടിലെ വെല്ലുന്ന ബസ് സ്റ്റാൻഡാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡെങ്കിലും അതിന്റെ മാതൃകയിൽ ഇല്ലെങ്കിൽ അതേ മോഡൽ ഉണ്ടോ? ഇത്ര ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം, ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞാൽ എന്തോ മോശമാണ്. ഒരു വിദേശി വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംസ്ഥാനമാണ്, ദൈവത്തിന്റെ കൺട്രിയുടെ സംസ്ഥാനമാണ്, സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ കിടക്കുന്ന അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ തമ്പാനൂർ കൂടെ ഒരു മലിനജലം ഒഴുകുന്ന ഒരു നദി പോലെയാണ് അവിടെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും നടത്തുന്നത്. ഇതുപോലും ശരിയാക്കാൻ അറിയാത്തവരാണ് ഇവിടെ കിടന്നിട്ട് ബീഹാറിന്റെയും ഒപ്പം തന്നെ ലഡാക്കിന്റെ കിഴക്കേ മൂലയിലെ 6ാം വാർഡിന്റെയും കഥയിരുന്ന് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, വെറും ഇതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ പിന്തള്ളി പോകുന്നതും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവർ തോറ്റു പോകുന്നതിന്റെ കാര്യം ഇവര് മാത്രം അറിയുന്നില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം ഇവരിപ്പോഴും ആ പഴയ കഥ, സവർണൻ, അവർണൻ, ഭ്രൂണം, ശൂലം, ഗർഭിണി, ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മറ്റവൻ കാര്യം പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവർ ജയിച്ചു പോകും. അല്ലാതെ BJP ജയിക്കുന്നത് മാജിക്കൊന്നുമല്ല. അവര് അധ്വാനിക്കുന്നുണ്ട്, അവർ കൃത്യമായി കാര്യം ചെയ്യുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ നിങ്ങൾക്ക് കിട്ടിയോ മോദിയുടെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് പറയും. ആരുടെയാണ്? മോദിയുടെയാണ്. അപ്പൊ മോദിക്കല്ലേ വോട്ട് ചെയ്യണ്ട? അതെ എന്നല്ലേ അവര് പറയുന്നത്. അല്ലാതെ അവന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ് ഭ്രൂണം, ശൂലം, ഗർഭിണി, പിന്നെ ദളിതൻ, ആദിവാസി, സവർണൻ എന്നൊക്കെ പറഞ്ഞാൽ അവനെന്ത് പറയും? അവനൊന്നും മിണ്ടില്ലായിരിക്കും. പോയി കഴിയും പറയും ഇവനൊക്കെ തലക്കോളമാണ്. ഗ്യാസ് തന്നത് മോദി, കാരണം ഇല്ലെങ്കിൽ വിറകടുപ്പിൽ ഊതി നമുക്ക് പണി കിട്ടിയാന്. കക്കൂസ് തന്നത് മോദി, ഇല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ് ചത്തേനെ എന്ന് ജനം പറയുന്ന ഒരു അവസ്ഥയിലാണ്. അത് കാലത്തിനൊപ്പം കാലത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കാത്ത മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയക്കാരുമാണ് അടിക്കടി പരാജയം ചോദിച്ചു വാങ്ങും. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്ക് ഏതായാലും അവസാന ദിവസങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് ചർച്ചയ്ക്ക് എടുക്കാം. ചർച്ചയ്ക്ക് എടുക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ചില അത്ഭുതങ്ങൾ ഉണ്ടാകും ധനുഷ, അതും കൂടെ ഞാൻ ഇപ്പൊ പറയാം. ഇതിനകത്ത് ചില താരോദയങ്ങൾ ഉണ്ടാകും, അത് നമുക്ക് അടുത്ത ചർച്ചയിൽ വിശദമായിട്ട് തന്നെ പറയാം. ചില താരങ്ങൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും. ആ താരമായിരിക്കും ഭാവിയിലെ ബീഹാറിനെ നിയന്ത്രിക്കുന്നത്.